ഹായ്. നമുക്ക് ഇന്ന് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേബിളിൻ്റെ ക്രിയേഷനാണ്. സിമ്പിൾ എന്ന് പറയുമ്പം ബേസിക് ആയിട്ടുള്ള ചില സജഷൻസ് മാത്രമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കുറേ സെറ്റ് ഓഫ് ഡേറ്റാസ് വേണം. സെറ്റ് ഓഫ് ഡേറ്റ വേണം നമുക്ക്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടേബിൾ, സിമ്പിളായിട്ടുള്ളൊരു ടേബിൾ എങ്ങനെ എക്സലിനകത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേഷൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ഇതിനകത്തിൽ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ മേളിലുള്ള നമ്മളെ ടാബ്സിൽ ഹോം എന്ന് പറയുന്ന ടാബിൽ ഇവിടെ ഫോമാറ്റ് ആസ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. സ്റ്റൈൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അതിനകത്തിൽ ഫോമാറ്റ് ആസ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു വിൻഡോ പോപ്പപ്പ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും അതിനകത്ത് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് സ്റ്റൈൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞൊരു ചെറിയ ബോക്സ് വരും. ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ ബോക്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം വേർ ഈസ് ദ ഡാറ്റ ഫോർ യുവർ ടേബിൾ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ടേബിൾ ഈ വർക്ക്ഷീറ്റിൽ എവിടെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. എന്നിവിടെ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ടിക്ക് ചെയ്യുക. കാരണം നമ്മുടെ ടേബിളിനിവിടെ ഹെഡറുണ്ട്, ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടിക്ക് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ രണ്ടാമത് വേറെ കാണിച്ചു തരാം. ടിക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അത് ടേബിൾ അപ്പിയർ ചെയ്യുന്നുള്ളത്. എന്നിവിടെ ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടേബിൾ ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ അത് നമുക്ക് ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ എന്താണ് സംഭവിച്ചത്? അയ്യോ, ഓക്കെ. നമ്മൾ ആദ്യം സെല്ല് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഓപ്ഷനാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഓഫ് ദി അപ്രോച്ചസ് ആണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ഡാറ്റ പ്രൊവൈഡ് ചെയ്തു. ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തു. സെല്ല് സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലേതെങ്കിലും നമുക്ക് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ടേബിളിൻ്റെ സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഓപ്ഷനാണ്, പിന്നെ മീഡിയം ഓപ്ഷൻ, പിന്നെ ഡാർക്ക് ഓപ്ഷൻ. ഡാർക്ക് ഓപ്ഷൻ അല്പം കൂടെ വളരെ ഡാർക്കായിട്ടുള്ള സ്റ്റൈൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം സെയിം അല്ല. അതിനകത്തുള്ള ചേഞ്ചസ് ഉണ്ട് പലതും തമ്മിൽ. കളേഴ്സിൽ ചേഞ്ചസ് ഉണ്ട്. ടേബിളിൻ്റെ ഔട്ട്ലുക്കിൽ ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ചില കസ്റ്റമൈസേഷൻസ് അല്ലെങ്കിൽ ചില ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ ടാബിൽ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു പുതിയ ടാബ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ടേബിൾ ഡിസൈൻ. അപ്പോൾ ടേബിളിന് പുറത്ത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടാബ് പോകും. ടേബിളിനകത്ത് നമ്മൾ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടാബ് വരും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ടേബിൾ സ്റ്റൈൽസ് നമുക്ക് കിട്ടും. അപ്പം ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ട പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈൽസ്, ലൈറ്റ്, മീഡിയം, പിന്നെ ഡാർക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് അതിലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ടേബിൾ സ്റ്റൈൽസ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ടോട്ടൽ റോ എന്ന് പറഞ്ഞത്. അത് പറയാം. പിന്നെ ഫിൽറ്റർ ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്റർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിൽറ്റർ. നമ്മൾ ഈ മേളിൽ കാണുന്നുണ്ട് ഈ
ഈ സൈഡ് റൈറ്റ് സൈഡ് ഈ സെല്ലിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടണാണ് ഫിൽറ്റർ ബട്ടൺ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇത് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് മൊത്തം ഡാറ്റ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫിൽറ്റർ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫിൽറ്റർ മാറിക്കിട്ടും. ഇപ്പോൾ ഇവിടെ ഫിൽറ്റർ ഇല്ല. അത് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫിൽറ്റർ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് കാണാം നമുക്ക്. പിന്നുള്ളത് ഹെഡർ റോ ആണ്. ഹെഡർ റോ ടിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് അൺടിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് മൊത്തം മാറിക്കിട്ടും. ഹെഡർ റോ അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ, ടിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഹെഡിങ് വരും. ടോട്ടൽ റോ പറയാം. ബാൻഡഡ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഓൾട്ടർനേറ്റീവ് റോസും കളേർഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇവിടെ ആദ്യത്തെ റോ കളേർഡാണ്, രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ അടുത്ത റോ കളേർഡാണ്. അപ്പോൾ ഈ ബാൻഡഡ് റോസ് ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് അൺഡു ആയി കിട്ടും. അത് വീണ്ടും ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഈച്ച് ഓൾട്ടർനേറ്റീവ് റോയോ അത് നമുക്ക് കളേർഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ടേബിൾ ഓപ്ഷൻ, ടേബിൾ സ്റ്റൈൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കളേഴ്സ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് കോളം നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കോളം പിന്നെ ഒന്ന് ബോൾഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ അത് മാറും. ലാസ്റ്റ് കോളം ആണെങ്കിൽ ലാസ്റ്റ് കോളത്തിൽ വാല്യൂസ് ബോൾഡായിട്ട് അപ്പിയർ ചെയ്യും. പിന്നെ ബാൻഡഡ് കോളംസ്, ബാൻഡഡ് റോസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ബാൻഡഡ് കോളംസ് നമ്മൾ ഈ ബാൻഡഡ് റോസ് എന്ന് അൺടിക്ക് ചെയ്തിട്ട് ബാൻഡഡ് കോളംസ് നമ്മൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ഓൾട്ടർനേറ്റീവ് കോളവും കളേർഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അത് പ്രിഫറൻസ് അനുസരിച്ച്, ചെയ്യുന്ന ആളുടെ പ്രിഫറൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എങ്ങനെ അപ്പിയർ ചെയ്യണം എന്നുള്ളതിൻ്റെ നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി വരുന്ന ടോട്ടൽ റോസ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ടോട്ടൽ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓൺ ഓർ ഓഫ് ദ ടോട്ടൽ റോ ഓഫ് ദ ടേബിൾ. ദ ടോട്ടൽ റോ ഇസ് എ റോ അറ്റ് ദി എൻഡ് ഓഫ് ദ ടേബിൾ. ടേബിളിൻ്റെ ഏറ്റവും അവസാനം വരുന്ന റോ ആണ് വിച്ച് ഡിസ്പ്ലേസ് ടോട്ടൽസ് ഫോർ ഈച്ച് കോളം. അത് നമുക്കൊന്ന് ടിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എന്ത് സംഭവിക്കുന്നത്. അപ്പം ഈ ടേബിളിൻ്റെ ഏറ്റവും താഴെ ഒരു പുതിയ റോയോട് ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ സെല്ലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലൊരു ഡ്രോപ്പ് ഡൗൺ മെനു നമുക്ക് കാണാൻ പറ്റും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പല ഓപ്ഷൻസ്, വാല്യൂസിൻ്റെ ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, സം ഓഫ് വാല്യൂസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, മോർ ഫങ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്സൽ ഫങ്ഷൻസ് ഇതിനകത്ത് നമുക്ക് കാണാം. ഇച്ചിരി അഡ്വാൻസ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെയാണിത്. അതിലൊക്കെ നമുക്ക് ലീവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓക്കെ, ലാസ്റ്റ് കോളത്തിൽ എന്താണ് വന്നിരിക്കുന്നത്? ടോട്ടലാണ്, സമ്മാണ് വന്നിരിക്കുന്നത്. ഈ കോളത്തിൻ്റെ ആകത്തുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മളത് ആവറേജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂസിൻ്റെ ആവറേജ് നമുക്കിവിടെ കിട്ടും. കൗണ്ട് ആണെങ്കിൽ ഈ കോളം എത്ര കോളം ഉണ്ടെന്നുള്ള വാല്യൂസ് ഉള്ള 1, 2, 3, 4 വാല്യൂസ്, 4 കോളത്തിൽ ആയിട്ട് വാല്യൂസ് ഉണ്ട്. അതാണ് 4 എന്നുള്ള കാണിക്കുന്നത്. കൗണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഇപ്പം നമ്പറായിട്ടുള്ളത് എത്ര കൗണ്ട് ഉണ്ടെന്നുള്ളതാണ്. ആദ്യത്തെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൗണ്ട് ഓഫ് കോളംസ് ആണ്. രണ്ടാമത്തെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കോളംസിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വാല്യൂസ് എല്ലാത്തിലും സെയിം ഉള്ളതുകൊണ്ട് കൗണ്ടും കൗണ്ട് നമ്പേഴ്സും. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 470ക്ക് പകരം ഏതെങ്കിലും ടെക്സ്റ്റ് വാല്യൂ അല്ല ടെക്സ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കൗണ്ട് സെയിം ആയിരിക്കും, പക്ഷേ കൗണ്ട് നമ്പേഴ്സ് വ്യത്യാസമായിരിക്കും. പിന്നെ അടുത്തത് എന്താണ്? മാക്സിമം എന്ന് പറയുമ്പോൾ ഈ കോളത്തിലെ വാല്യൂസിൽ ഏറ്റവും കൂടുതൽ മാക്സിമം വാല്യൂ ഏതാണ്? ഇപ്പം 470 അതിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ. അതുപോലെ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളത്തിലെ വാല്യൂസിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ അത് ഷോ ചെയ്യും. പിന്നെ സം
ഇതിൻ്റെ മൊത്തം ആകത്തുക, സമ്മേഷൻ, സം ടോട്ടൽ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ സോറി അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് ഇപ്പം നണ്ണാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നും അവിടെ കാണത്തില്ല. അപ്പോൾ ആവറേജ് ഉണ്ട്, കൗണ്ട് നമ്പേഴ്സ് ഉണ്ട്, മാക്സിമം. അത് നമ്മളിവിടെ ഈ പറഞ്ഞ ടേബിൾ ഡിസൈനിൽ ഈ ടോട്ടൽ റോസ് എന്നുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ മാറും. ടിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ടേബിളൊക്കെ നമ്മൾ ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് സാധാരണ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു പിന്നെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് അല്പം അഡ്വാൻസ് ആയിട്ടുള്ള ഏരിയസ് ഒക്കെയാണ്, അത് തൽക്കാലം നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ ഇതിനകത്ത് നമുക്കിപ്പം ഇതിപ്പം ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇവിടെ നമുക്ക് അതിനകത്ത് ഏപ്രിൽ എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കോളം ഏപ്രിൽ, ഇപ്പം മെയ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടേബിൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി. ഇനി താഴെ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഇത് കോളംസ് ആണ്, ഇതെല്ലാം കോളംസ് ആണ്, ഇതെല്ലാം റോസും ആണ്. അപ്പോൾ ഇനി നമ്മൾ റോസിൽ അടുത്ത ഒരു ഇതിൽ നമുക്കൊരു പേര് കൊടുക്കുകയാണെന്നിരിക്കട്ടെ. സേ ഫോർ എക്സാമ്പിൾ ജോർഡാൻ, ബെൻ അലൻ, ഹിലാരി എന്നുള്ളൊരു പേര് കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ കണ്ട റോസ് വൈസും കോളം വൈസും റോസ് വൈസും ടേബിൾ ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്കതല്ല, നമുക്ക് ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് കോർണറിൽ എൻഡിൽ, ടേബിളിൻ്റെ എൻഡിൽ ലാസ്റ്റ് സെല്ലിൽ റൈറ്റ് സൈഡിൽ ഒരു പിന്നെ ചെറിയൊരു ഒരു മാർക്ക് നമുക്ക് കാണാം. അതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കോളംസ് ആഡ് ചെയ്യുകയും അവിടെ നിന്ന് തന്നെ നമ്മൾ ഡൗൺവേർഡ് താഴോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോസ് ആഡ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. എല്ലാം നമുക്ക് മാനുവലായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഡാറ്റ ഫില്ല് ചെയ്യുകയും ചെയ്യും, ടേബിൾ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഓഗസ്റ്റ് വരെ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ടിൽ ഡിസംബർ വരെ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ടേബിൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് നമുക്ക്. പിന്നെ നമുക്കിതൊക്കെ കസ്റ്റമൈസ് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ഹെഡിങ് കൊടുക്കാം. സ്കോർ ഫോർ ദ ടീം എന്നോ അല്ലെങ്കിൽ സ്കോർ ഫോർ ദ മന്ത്സ്, സ്കോർ ഫോർ ദ ഇയർ, സ്കോർ ഫോർ ദ ഇയർ കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ജസ്റ്റ് പോയിട്ട് നമുക്കിതിനെ ബോൾഡ് ചെയ്യാം. ബോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഇത്രയും സെല്ല് സെലക്ട് ചെയ്തിട്ട് നമുക്കതിനെ മേർജ് ചെയ്യാം. മേർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേർജ് ചെയ്തിട്ട് ടെക്സ്റ്റിനെ സെൻറ്റർ ചെയ്യും. വേണമെങ്കിൽ ഇതിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റിനെ നമുക്കൊന്ന് കളർ ചെയ്യിപ്പിക്കാം. അതൊക്കെ നമ്മളുടെ താല്പര്യം അനുസരിച്ചിരിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഈ ഇവിടെ ടെക്സ്റ്റ് കളർ നമുക്ക് ഏത് വേണ്ടോ ആഡ് ചെയ്യാം നമുക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫോണ്ട് ഇൻക്രീസ് ചെയ്യുകയോ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടേബിളിനകത്തിൽ നമുക്ക് പല കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു എക്സൽ ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് വേറെ ഒന്ന് രണ്ട് പാത്സ് വഴികളോടുണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം തൽക്കാലം ഇത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ആദ്യം നമുക്ക് ഡാറ്റ വേണമെങ്കിൽ ഓൾറെഡി ഡാറ്റ ഫില്ല് ചെയ്യാം, കോളം വൈസും നമുക്ക് വേണ്ടത്. എന്നിട്ട് പിന്നെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ആദ്യമേ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്
പിന്നീട് ഡാറ്റ ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് പോയിട്ട് ഈ സെല്ല് ഈ കർസർ ഈ സെല്ലിൽ വെച്ചിട്ട് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഫോർമാറ്റ് ടേബിൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇവിടെ മൈ ടേബിൾ ഹാസ് ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നെയിം ജാനുവരി അതിനെ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്താൽ മതി. താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ എന്നിട്ട് നമുക്കത് കൊടുക്കാം. ജോ ഡാൻ ബെൻ ഓക്കെ അലൻ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ടേബിൾ ഇത് ഫില്ല് ചെയ്യാം. ആദ്യം നമുക്ക് ടേബിൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഡാറ്റ ഫില്ല് ചെയ്യാം. അതല്ല ഡാറ്റ ആദ്യമേ നമ്മൾ പിന്നെ സെല്ലിൽ കോളം വൈസും റോ വൈസും നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ടേബിൾ രണ്ടാമത് ചെയ്യാം. ഏത് രീതിയിൽ നമുക്കത് സാധ്യമാക്കാവുന്നതാണ്. അത് നമ്മളുടെ ചോയ്സാണ്, നമ്മളുടെ കൺവീനിയൻസ് ആണ്. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദി വേയ്സ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദി വേയ്സ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ടേബിൾ മാത്രമാണ്. ഇതിനകത്ത് കൂടുതൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ടേബിളിൽ നമുക്ക് കൂടുതൽ ഡാറ്റ അനാലിസിസ് നടത്തുവാനും അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് എന്താണ് ഫലപ്രദമായിട്ടുള്ള റിപ്പോർട്ട്സുകൾ കണ്ടെത്താനൊക്കെ നമുക്ക് ടേബിൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്, സിമ്പിൾ മെത്തേഡ്. നമുക്ക് ഇതിനെ മേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏതൊരു പ്രൊഫഷണലും. അപ്പം this is all about creating a table in Excel. ഓക്കെ, ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.